ഗുഡ് മോർണിംഗ്. ക്ഷമ കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതിൽ ഏതാണ്? ഇപ്പൊ സംസാരിക്കുന്നില്ല ലാപ്ടോപ്പ്, അത് ഷെയർ ചെയ്താൽ മതി. ബാബുജി നിങ്ങൾ സംസാരം കേൾക്കുന്നില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, ക്ലോസ് ചെയ്യാം. നിങ്ങൾ രണ്ടെണ്ണത്തിലേ കയറിയണേ അല്ലേ? മൊബൈലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മൊബൈലും ലാപ്പ് ഉണ്ട്, അതുകൊണ്ടല്ലേ. ഓക്കെ. മൊബൈൽ പക്ഷെ എന്താണ് വർക്കാകുന്നില്ല അത്. ഇപ്പൊ നിങ്ങള് സംസാരിക്കണ പോയില്ല ലാപ്പിലാ? ഞാൻ ഇപ്പൊ ലാപ്പില്ല. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയറാ. ഓക്കെ. ലാപ്പിലെ ക്യാമറ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കിയിരുന്നത്. ലാപ്പിന്റെ ക്യാമറ ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചെറിയ ക്ലിയർ കുറവുണ്ടെന്നുള്ളത്. ഇൻബിൽറ്റ് ക്യാമറ ഒക്കെ ഒരു ക്വാളിറ്റി കുറയല്ല, അതുകൊണ്ടാണ്. ടൈമായി പറഞ്ഞിട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ആയിക്കോട്ടെ പറയാം. ഞാൻ ലാപ്പ് മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്തുള്ളൂ. ഓക്കെ.
ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ആൾ. The meeting in connection with the 7 a.m. morning drive of JSA India Zone 28 is hereby called to order. നമ്മുടെ സോൺ 28ന്റെ ട്രെയിനിങ് ടീമിന്റെ പ്രോഗ്രാമായിട്ടുള്ള 7 a.m. മോർണിംഗ് ഡ്രൈവ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇന്ന് ഇവിടെ സെഷൻ എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് റൌഫ് സാറാണ്. ആദ്യമായി തന്നെ സോൺ 28ന്റെ നായിക ചിത്ര മേഡത്തെ പ്രോഗ്രാമിലേക്ക് അവരുടെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നിവിടെ ഗസ്റ്റ് സ്പീക്കറായി എത്തിച്ചേർന്നിട്ടുള്ള റൌഫ് എളേറ്റിൽ സാർ, ജെസൈ എളേറ്റിൽ നിന്നുള്ള ജെസൈ ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള റൌഫ് സാറിനെ ഹൃദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രേക്ഷകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റ് സ്പീക്കർ റൌഫ് സാറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. റൌഫ് സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഓക്കെ, താങ്ക് യു ഹിഷാം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഏതായാലും സോൺ 28ന്റെ ഭാഗമായുള്ള ഇനീഷ്യേറ്റീവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മളിന്ന് ഒരു മോർണിംഗിൽ സംസാരിക്കുന്നത് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, അതിന്റെ ഇടക്കൊന്നും കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കലും നമുക്ക് നാളെ ഈ സെഷനിലേക്ക് ഓപ്പർച്യൂണിറ്റി വന്നതിൽ സന്തോഷം പറയാണ്. ഏതായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം, മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് നമ്മുടെ ലോകത്തൊക്കെ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള മാറ്റങ്ങൾ വരികയാണ്. നമ്മളൊന്നും ഒരിക്കലും സ്വപ്നം കാണാത്ത അല്ലെ ആലോചിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് 2023-24 വർഷങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. കാരണം ChatGPT പോലെയുള്ള ടൂളുകൾ വന്നതോടുകൂടി നമ്മൾ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരുപാട് ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം 2030 ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളിപ്പം 2030 ഉണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു കുറെ മുമ്പ്. പക്ഷെ 2024 ആയപ്പോഴേക്ക് തന്നെ ഈ നമ്മൾ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ, ഡ്രൈവർലെസ് കാറുകള്, സർജറി ചെയ്യാൻ റോബോട്ടുകള്, എല്ലാ മേഖലയിലും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂളുകള് ഒക്കെ കടന്നു വന്ന ഒരു വർഷമാണ് 2023-24 ഈ ഒരു വർഷങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്റത്തെ നമ്മൾ അംഗീകരിക്കാനും ആ മാറ്റത്തിനനുസരിച്ച് മാറാനും നമ്മൾ എത്രമാത്രം എക്വിപ്ഡ് ആണ് എന്നുള്ള ചോദ്യമാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. 2016 വേൾഡ് ബാങ്ക് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. 2016 ആ റിപ്പോർട്ട് പറയുന്നത് 2030 ആകുമ്പോൾ ഇന്ന് കാണുന്ന ജോലികളിൽ 80% ജോലികളും ഉണ്ടാവില്ല എന്നാണ്. ബാക്കി അത്രയും ജോലികൾ എന്താണ് മാറ്റം വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2020 വരെയൊക്കെ ഇത് റിപ്പോർട്ടുകൾ വന്ന സമയത്തൊന്നും നമ്മൾക്ക് അത്ര തന്നെ ഇതിന്റെ സാധ്യതകൾ എങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ പറ്റിയിരുന്നില്ല. പക്ഷെ തൊട്ട് മുകളിൽ കാണിച്ച 2024 വന്ന മാറ്റങ്ങൾ വന്ന സമയത്ത് ഈ കാണുന്ന മാറ്റങ്ങൾ വന്നതോടുകൂടി ഇന്ന് നമ്മൾ ഏകദേശം അഷ്വർ ചെയ്യുന്നുണ്ട് 2030 ആകേണ്ടി വരില്ല ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനെന്ന്. സർജറി ചെയ്യാൻ റോബോട്ടുകളും ഡ്രൈവർലെസ് കാറുകളും ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി താമസിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വരാൻ 2030 പോലും ആവേണ്ടി വരില്ല എന്ന് നമ്മൾ ഇന്ന് കരുതുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 80% ജോലികൾ പോകുമെന്ന് നമ്മളെ കുട്ടികളോ അല്ലെ നമ്മളോ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടികൾ അവരുടെ ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ, അവരുടെ കോഴ്സുകൾ പ്ലാൻ ചെയ്യുമ്പോൾ, കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്ര മാറ്റങ്ങൾ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരെ എക്വിപ്ഡ് ആക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറാൻ റെഡി ആയിട്ടുണ്ടോ, എത്രമാത്രം എക്വിപ്ഡ് ആണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബിസിനസ്സിലൊക്കെ ഈ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ബിസിനസ്സിലൊക്കെ AI എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ടുവന്നെന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു ഡിസൈനിങ് മേഖലയായാലും എഡിറ്റിംഗ് മേഖലയായാലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ തന്നെ പുതിയ ടൂളുകൾ വരികയാണ് ഓരോ ദിവസങ്ങളും. ആ ടൂൾ അനുസരിച്ച് വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ എക്വിപ്ഡ് ആയിട്ടുണ്ടോ? നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും?
നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ അല്ലെ പലതിനെയും വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതെ പോകുന്ന സമയത്ത് നമ്മൾ ഇല്ലാതായി പോകും നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ലൈഫോ ഒക്കെ തന്നെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുള്ള മുമ്പ് മുതലേ പറയാറുള്ള സ്റ്റോറികളിൽ നമ്മൾ ഗൂഗിളിന്റെയും സാംസങ്ങിന്റെയും കഥ പറയാം, നോക്കിയയുടെയും സാംസങ്ങിന്റെയും കഥ പറയാറുണ്ട് അല്ലെ. ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന സമയത്ത് ആദ്യം നോക്കിയോട് ചോദിച്ചു, നോക്കിയ അത് റിജക്ട് ചെയ്യപ്പെട്ടു, അതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ മാറ്റത്തോട് മുഖം തിരിച്ച നോക്കിയയുടെ കഥ പറയാറുണ്ട്. സാംസങ് ഏറ്റെടുത്ത സമയത്ത് സാംസങ്ങിന് പിന്നീടുണ്ടായ വളർച്ചയെ കുറിച്ച് പറയാറുണ്ട്. ഫ്യൂജി ഫിലിംസിന്റെ കഥകൾ പലപ്പോഴും നമ്മൾ മോട്ടിവേഷൻ സ്റ്റോറികളിലും പറയാറുണ്ട്. ഈ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് പഴയ ഫിലിം ക്യാമറയിൽ നിന്ന് മാറാൻ അവർ കാണിച്ചൊരു വിമുഖതയെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ലൈഫിലും ഈ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഏത് സമയത്തും മാറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറയാറുണ്ട്. നമുക്കറിയാം ഈ ചേഞ്ചസ് മാറ്റം ഇല്ലാതിരിക്കുന്ന ഏക കാര്യം മാറ്റം മാത്രമാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എക്യുപ്പിഡ് നമ്മളുടെ ലൈഫിൽ, നമ്മളത് ബിസിനസ്സുകാരായിരിക്കാം, പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം. അപ്പൊ ഈ ഒരു ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഒരു എൻവയോൺമെന്റൽ സ്കാനിങ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യാനും നമ്മുടെ ലൈഫിനെ അതിനനുസരിച്ച് മാറ്റാനും നമുക്ക് പറ്റുക. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്, ഒരു മാറ്റം വരുന്ന സമയത്ത് നമ്മൾ ആകെ ടെൻസ്ഡ് ആവുക ചെയ്യുക. പെട്ടെന്നൊരു മാറ്റം വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ആ മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളണം, ആ മാറ്റത്തിന് അതെങ്ങനെ മാറ്റം ഉണ്ടെന്ന് പോലും പലപ്പോഴും നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് പോലും സൈക്കോളജി പറയുന്നത്, അല്ലെ തിയറി പറയുന്നത്. തിയറി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. വളരെ വിശാലമായിട്ട് പറയേണ്ട തിയറിയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഒരു സൂചന നിലക്ക് മാത്രം പറയാണ്. ഈ ഒരു നിലവിലുള്ള ഒരു അവസ്ഥയുടെ അവസാനമാകുമ്പോൾ ഒരു മാറ്റം ലോകത്ത് വരുമ്പോൾ ആദ്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകള് അങ്ങനെ ഒരു മാറ്റമല്ല, ഡിനൈ ചെയ്യുക, അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നങ്ങ് പറഞ്ഞേക്കെ ചെയ്യ പോലും. പിന്നീട് അതാണ് ആ സ്വാഭാവികമായിട്ട് നമ്മുടെ നിലവിലുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയുടെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ്, ഇങ്ങനെ ഒരു മാറ്റം വരില്ല, ഇങ്ങനെ സംഭവിക്കില്ല, എന്റെ ബിസിനസ് മുന്നോട്ട് പോകും, ഒന്നും എനിക്കൊരു പ്രശ്നമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളൊക്കെ ഒരു ആങ്സൈറ്റി വരും, ഇങ്ങനെ സംഭവിക്കുമോ. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 2023 വന്ന സമയത്ത് ഒരു റിപ്പോർട്ട് പറയുന്ന 10 മേഖലകൾ പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റവും AI വന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന 10 മേഖലകൾ ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് റൈറ്റിംഗ് അതിൽ വരുന്നതായിരുന്നു, അതേപോലെ ടീച്ചിങ് അതിൽ വരുന്നതായിരുന്നു. അങ്ങനെ കുറെ ടോപ്പിക്കുകൾ AI വന്ന സമയത്ത് AIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ജപ്പാനിൽ നിന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ കിട്ടി. ജപ്പാനിലെ ഏറ്റവും മികച്ച നോവലുകൾക്കുള്ള അവാർഡ് കൊടുത്ത സമയത്ത് ആ ലേഡി അവാർഡ് സ്വീകരിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഈ നോവലിന്റെ അവാർഡ് കിട്ടിയ നോവലിന്റെ വലിയൊരു ഭാഗം എഴുതിയിരിക്കുന്നത് ChatGPT വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്, അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടാണ്, ChatGPT ആണ് എഴുതിയിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോ മാറ്റങ്ങൾ നമ്മൾക്ക് ഇതുവരെ നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ മേഖലകളിലേക്കൊക്കെ പുതിയ ടെക്നോളജികൾ കയറി വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് ആദ്യം അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ഡിനൈൽ എന്ന സ്റ്റേജ് പറയുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുകയല്ല, എന്നെ തൊടയില്ല, എന്റെ ബിസിനസ്സിന് പ്രശ്നമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം. പിന്നെ അത് ആങ്സൈറ്റി ആവും, പിന്നെ ടെൻഷൻ വന്നു കൊടുക്കും, ഷോക്കാവും, ഫിയർ ആവും. പിന്നെ ഇങ്ങനെ നമ്മൾ ആ സ്കെയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പുറന്തള്ളി ബേക്കോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ആകെ ആങ്കർ, ഫ്രസ്ട്രേഷൻ, കൺഫ്യൂഷൻ, സ്ട്രെസ്, ഏറ്റവും ഒരു പാനിക്കുള്ള സ്റ്റേജിലേക്ക്, ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സ്ട്രെസ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ തകർന്നു പോകും. നമ്മൾ ബിസിനസ്സിലാണ് നമ്മൾ വളരെ ബേക്കോട്ട് പോകും, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നമ്മൾ മുന്നിൽ പോകും. അങ്ങനെയല്ല പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു നിലവിലുള്ള ഒരു അവസ്ഥയുടെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അതിന്റെ ഒരു എന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസിഷന്റെ ഒരു ഘടന പറയുന്നത് എങ്ങനെയാണ്. സ്റ്റാർട്ടിങ്ങിൽ ആ ചേഞ്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേണ്ട, ഉണ്ടാവില്ല, സംഭവിക്കില്ല, നമുക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ തന്നെ എന്താണ് അതിന്റെ റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നു. ഒരു ഫിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ സംഭവിക്കാൻ പോവുകയാണ്, നമ്മുടെ ബിസിനസ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റർ നമ്മുടെ മുന്നിൽ പോകും എന്നൊരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അത് ഫിയർ കഴിഞ്ഞ ആങ്കറും ഫ്രസ്ട്രേഷനും കൺഫ്യൂഷനും സ്ട്രെസ്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ആകെ ബിസിനസ്സിൽ എനിക്കൊന്നും ചെയ്യാനില്ല, അല്ല എനിക്ക് ഇതേപോലെ പോവുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളിടത്തിലാണ് ഒരു റീ ഓറിയന്റേഷൻ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറി ചിന്തിച്ചു തുടങ്ങും. ഇതാണ് ഒരു ട്രാൻസിഷന്റെ ഘടന എന്ന് പറയുന്നത്. ഈ റീഓറിയന്റേഷനിലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി എന്താണ്, ഓക്കെ ഈ റിയാലിറ്റിയാണ്, നമ്മൾ അംഗീകരിക്കാണ് റിയാലിറ്റിനെ, ഇങ്ങനെ സംഭവിക്കുകയാണ്, ഉറപ്പാണ്, ഇനി എന്താണ് നിലവിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മാറ്റങ്ങൾ വന്നേ പറ്റൂ, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അവിടെ നമ്മൾ പുതിയ
പുതിയ പുതിയ ആലോചനകൾ വരുന്നത്, അപ്രോച്ച് അവോയ്ഡൻസ് തിയറിയിലേക്ക് വരുന്നത്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നതോടുകൂടി നമുക്ക് വളർച്ച വരും. മാറ്റം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ മാറി തുടങ്ങുകയും ചെയ്യുന്നതാണ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കുള്ള അല്ല പുതിയൊരു തുടക്കത്തിലേക്ക് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് പറയാറുണ്ട്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഹോപ്പും എനർജിയും എൻഡ്യൂസിയാസത്തോടു കൂടി ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ മാറ്റത്തെ അബ്സോർബ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ട് നമ്മുടെ ലൈഫ് അല്ല നമ്മുടെ ബിസിനസ് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ലെവലിലേക്ക് വരുന്നത്. ഇത് വലിയൊരു തിയറിയാണ്, തിയറി ഓഫ് ട്രാൻസിഷൻ. അപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട അല്ലെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു പകുതിയിൽ ഈ ചെറിയൊരു താഴ്ന്നാലും പോലും അങ്ങ് ഡീപ്പിലേക്ക് പോവാതെ നമുക്ക് വളരെ പെട്ടെന്ന് കരകയറാൻ പറ്റണമെങ്കിൽ നമ്മളൊരു ഈ ഒരു കാര്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും മുൻകൂട്ടി കാണുകയും വേണം. ഇങ്ങനെ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങളെ കണ്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ ലൈഫിനെ ഒരു പരിധിയിലധികം തകരാതെ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഏതായാലും മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ലോകത്ത് വരുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുമ്പോൾ, നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ, നമ്മൾ അതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിനെ തകർച്ചയില്ലാതെ വളർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ രണ്ട് വശങ്ങൾ പറയാം. ചേഞ്ച് മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതേപോലെ തന്നെ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാവും ചിലപ്പം. സാധാരണ പറയാറുണ്ട്, നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങി ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്, കുടയൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടയുടെ മുകളിൽ വന്ന് ഓരോ ഡ്രോപ്പുകൾ ഉണ്ടാവും അല്ലെ, ഓരോ വെള്ളത്തുള്ളികളും ഉണ്ടാവും. ആ വെള്ളത്തുള്ളികൾ താഴെ വീഴുമ്പോൾ ആ ശരിക്കും തന്നെ ഒരു വെള്ളത്തുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സമുദ്രത്തിന്റെ ഒരു പരിച്ഛേദാന്ന് പറയാറുണ്ട്. കാരണം ഒരുപാട് വെള്ളത്തുള്ളികൾ ചേരുമ്പോഴാണ് ചെറിയ തോടുകൾ ഉണ്ടാകുന്നത്. ആ ചെറിയ തോടുകളാണ് പുഴകളായിട്ട് മാറുന്നത്. അതാണ് വലിയ നദികളും സമുദ്രങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. അപ്പൊ ഒരാളിൽ നിന്ന് തുടങ്ങുന്ന മാറ്റം, ഒരാളിൽ നിന്നുണ്ടാവുന്ന പുതിയൊരു ഐഡിയ, പുതിയൊരു ഇന്നോവേഷൻ, പുതിയൊരു സമീപനം, അതായിരിക്കും ഒരു പക്ഷേ ലോകത്ത് തന്നെ മാറ്റാൻ കഴിയുന്ന ചേഞ്ച് മേക്കറായിട്ട് മാറ്റുന്നത്. അപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി വിപ്ലവം സൃഷ്ടിച്ച ആളുകളൊക്കെ അല്ലെ ഏത് ടെക്നോളജി കൊണ്ടുവന്ന ആളുകളുടെയും സ്റ്റാർട്ടിങ് ഒരു മനുഷ്യന്റെ എഫേർട്ടിൽ നിന്നായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളേതെങ്കിലും പുതിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ബുർജ് ഖലീഫയെ കുറിച്ച് പറയാറുണ്ട്. ബുർജ് ഖലീഫ പറയുമ്പോൾ ആദ്യം ബുർജ് ഖലീഫ എവിടെ ഉണ്ടായും ചോദിക്കാറുണ്ട് അല്ലെ. ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് ഏതോ ഒരു മനുഷ്യന്റെ മനസ്സിലാണ്, അതിന്റെ ബിൽഡ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ മനസ്സിലാന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ആളുകളുടെ പ്രവൃത്തികളും ഒരു വലിയ മാറ്റത്തിന്റെ, ലോകത്തിന് തന്നെ ഒരു മികച്ച സംഭാവന നൽകുന്ന ആളുകളുടെ അല്ല എന്താണ് ഒരു മികച്ച ആശയത്തിന്റെ ഒക്കെ തുടക്കം കുറിക്കാൻ ബി ദ ചേഞ്ച് എന്ന് പറയുന്ന രീതിയിലും നമുക്ക് മാറ്റത്തെ കുറിച്ച് ആലോചിക്കാം. ഇവിടെ നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞാലും മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച് പറഞ്ഞാലും നമ്മുടെ നെൽസൺ മണ്ടേല ആണെങ്കിലും നമ്മുടെ സിസ്റ്റർ ആയാലൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ലൈഫിൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, ഹിറ്റ്ലറും അതേപോലെ തന്നെയാണ്. പക്ഷെ പോസിറ്റീവ് അല്ല എന്ന് മാത്രം. ഒരാളിൽ നിന്നുണ്ടായ ഊർജം പ്രവഹിച്ച് ലോകത്ത് മാറ്റം കൊണ്ടുവന്ന ആളുകളാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ബിസിനസ്സിൽ മാത്രമല്ല, ആളുകളുടെ അംഗീകാരം നേടിയ ആളുകളായാലും അവർക്കൊക്കെ ഈ മാറ്റത്തെ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ലോകത്തിന്റെ മാറ്റമായി മാറാനും കഴിഞ്ഞ ആളുകളാണ്. ഇങ്ങനെ ലോകത്തിന്റെ മാറ്റമായി മാറാൻ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു വിപ്ലവം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയാം. അപ്പൊ ചേഞ്ച് എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് അബ്രീവിയേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൽ വളർച്ച കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളൊരു പടി കൂടി മുകളിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ നിലവിൽ ജീവിച്ചു പോകുന്നതിനൊക്കെ ഉപരി നമ്മളൊരു പുതിയ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ, നമുക്കൊരു വളർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ചേഞ്ച് എന്ന് പറയുന്ന ആ ലെറ്റർ, നമുക്ക് 6 ലെറ്ററിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ചേഞ്ച് എന്ന് പറയുമ്പോൾ ചേഞ്ചിൽ ആദ്യ ലെറ്റർ ശരിക്കും സി ആണ് അല്ലെ. സി എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, കറേജ് എന്ന വാക്കിനോട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കറേജ് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ധൈര്യം, ഒരു പുതിയ കാര്യം കാണുമ്പോൾ, ഒരു പുതിയ മാറ്റം വരുമ്പോൾ, അല്ലെ പുതിയൊരു ആശയം കൊണ്ടുവരാനുള്ള ധൈര്യം. പലപ്പോഴും നമ്മളെ ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് അതാണ്. ക്രിയേറ്റീവായിട്ട് പുതിയൊരു കാര്യത്തെ കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കറേജിന്റെ കാര്യത്തിൽ നമുക്ക് കറേജ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമുക്ക് അത് പറയാം. നമ്മുടെ ആളുകൾക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം വേണ്ടത് കറേജ് ആണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന് പേടികൊണ്ടാണ് പല കുട്ടികളും പല ആളുകളും ഒരു പുതിയ കാര്യം തുടങ്ങാത്തത്. അല്ല തെറ്റിപ്പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് മുകളിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മലയാളികളുടെ ഏറ്റവും വലിയ അസുഖം AEV ആണെന്ന് പറയാറുണ്ട് അല്ലെ. AEV എന്ന് വെച്ചാൽ അവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുഴിച്ചു മൂടിക്കളയാറുണ്ട്.
അപ്പൊ നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തത് സി എന്ന് പറയുന്ന കറേജ് ആണ്. കറേജ് ഇത് മാത്രമല്ല, മറ്റൊരു രീതി പറയുകയാണെങ്കിൽ മറ്റൊരു കറേജ് കൂടി ഉണ്ട്. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ, നമുക്ക് തെറ്റ് പറ്റാം, ആ തെറ്റ് പറ്റുന്ന സമയത്ത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് വലിയ ധൈര്യം. കാരണം എന്താണ്, പലപ്പോഴും പല ആളുകളും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. എന്റെ ബിസിനസിന്റെ നിലവിൽ പോകുന്ന രീതി ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താലാണ് ബെറ്റർ ആവുക എന്നൊരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം. അപ്പൊ ചേഞ്ച് പറയുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം വേണം. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കറക്ഷൻ വേണ്ടി വരികയാണെങ്കിൽ, മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ആ മിസ്റ്റേക്ക് അംഗീകരിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ കാര്യത്തിൽ ആളുകൾ ഒരു പരാജയമായിട്ട് പറയാറുണ്ട്, പലപ്പോഴും ആളുകൾ അതിന് മടിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ചേഞ്ചിൽ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം, കറേജ് പറയാം. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്, അല്ലെങ്കിൽ എന്താണ്, തെറ്റ് തിരുത്താനുള്ള ധൈര്യമാണ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് സിയിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ എച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് എച്ച്, ഹ്യൂമിലിറ്റി എന്ന് പറയാം, വിനയം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമല്ല, നമ്മള് പലപ്പോഴും എന്താണ്, നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ നമ്മളിൽ മാത്രം അഭിരമിക്കുന്ന ഒരു ലോകമാണ്. അതെന്താണ്, നമ്മൾ കാണുന്ന ഏറ്റവും നല്ല ഫോട്ടോസ്, നമ്മൾ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഒരാളുടെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മൾ അതിലങ്ങനെ പോകുമ്പോൾ എന്താണ് ചുറ്റുപാട് സംഭവിക്കുന്നത് പലപ്പോഴും അറിയാൻ നമ്മൾ തയ്യാറാവുന്നില്ല, അല്ല അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പല ആളുകളുടെയും ഒരു ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ട്രാജഡിയുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊന്ന് മാറി നിന്ന് നമ്മൾ തന്നെ വിനയത്തോടു കൂടി നോക്കുക എന്നുള്ളതാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കാൻ പറ്റണം. നമ്മൾ വിചാരിച്ചതിന് പുറത്ത് നമ്മൾ എന്താണെന്ന് മറ്റുള്ള ഒരാളുടെ കണ്ണിലൂടെ നോക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്, വിനയത്തോടു കൂടി ആളുകളെ സമീപിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, അല്ലെ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് വളർച്ച ആയിരിക്കും. കാരണം എന്താ, ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും. അതേസമയം ഭയങ്കര അഹങ്കാരിയായിട്ട് നമ്മൾ ആരോടും യാതൊരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാതെ ഞാനൊരു സംഭവമാണെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ശത്രുക്കളാണ് ഉണ്ടാവുക. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ യൂസഫ് അലി സാറിന്റെ ഒക്കെ അദ്ദേഹം ആളുകളോട് കാണിക്കുന്ന അപ്രോച്ച്, അദ്ദേഹം ആളുകളോട് സമീപിക്കുന്ന രീതികൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ സമീപനത്തിൽ നിന്ന് അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും, വല്ലാത്തൊരു സ്നേഹം തോന്നും. അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് എത്രമാത്രം വളർച്ച ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹത്തിന്റെ ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ബിസിനസ്സിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ വളർച്ച, നമ്മുടെ ബിസിനസ് ആയാലും നമ്മുടെ സോഷ്യൽ ലൈഫ് ആയാലും വളരണമെങ്കിൽ നമ്മൾ ഉണ്ടാവേണ്ടതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഹ്യൂമിലിറ്റി. ഓക്കെ, നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക് വരാം. മൂന്നാമതാണ് എ, ചേഞ്ചിലെ മൂന്നാമത്തെ ലെറ്റർ എ, ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ സാധാരണ പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലേ, ആറ്റിറ്റ്യൂഡ് ആണ് എല്ലാം എന്ന് പറയാറുണ്ട്. ശരിക്കും എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നമ്മൾ സാധാരണ നമ്മെ കുറിച്ച് എന്താണോ വലുത്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കാണുന്ന ചിത്രങ്ങളാണ് എന്നൊക്കെ പലപ്പോഴും പല സമയങ്ങളിൽ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മുടെ സാഹചര്യങ്ങളോട്, അല്ലെ നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളോട്, അല്ലെ നമ്മുടെ ചുറ്റുള്ള ആളുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതല്ലേ സത്യം പറഞ്ഞാല് ആറ്റിറ്റ്യൂഡ്. ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്, നമ്മൾ ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആളുകളോട് തർക്കിക്കുകയാണോ, ആളുകളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് വേണമെങ്കിൽ എന്ത് പറയാം, ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിൽ പറഞ്ഞൂടെ. ശരിക്കും ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആറ്റിറ്റ്യൂഡ് ഈസ് ദ ലൈബ്രറിയൻ ഓഫ് പാസ്റ്റ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഒരു ലൈബ്രറിയൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു ലൈബ്രറിയൻ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്താണോ പെരുമാറിയത് അതാണ് നമ്മുടെ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ സ്പീക്കർ ഓഫ് പ്രസന്റ് എന്ന് പറയാം. ഇന്ന് നമ്മൾ എന്താണെന്ന് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൊഫറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയാറുണ്ട്. എന്നൊരു പറയാം, ഇറ്റ് ഈസ് ദ ലൈബ്രറിയൻ ഓഫ് പാസ്റ്റ്, ഇറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് പ്രസന്റ് ആൻഡ് ഈസ് ദ പ്രോഫറ്റ് ഓഫ് ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയിൽ എന്താകും എന്നുള്ള പ്രവാചകനാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ്. നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ ആളുകളിലേക്ക് കൊടുക്കുന്നത്, അതാണ് ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മെ ലോകത്തിന് മുന്നിൽ നമ്മൾ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, അല്ലെ. നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ വളർച്ച, നമ്മൾ ഉയർച്ച എന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത് പറയുന്നത്, നെക്സ്റ്റ് 4ാമത്തെ ലെറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എൻ, അല്ലെങ്കിൽ നൗ ഓർ നെവർ എന്നുള്ളതാണ്. ഒന്നിലൊരു കാര്യം ചെയ്യുകയാണ് നമുക്ക് ഇപ്പൊ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റു സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളർച്ച വരണമെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സംഭവം പ്രൊക്കാസ്റ്റിനേഷൻ അല്ലേ, നമ്മൾ മാറ്റിവെക്കും, നാളെ ആക്കാം, ഇന്ന് എന്തോ ഒരു സുഖമല്ല, നാളത്തേക്ക് ചെയ്യാം, നാളെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും നമ്മൾ
പല കാര്യങ്ങളും നീട്ടിവെച്ച് പോകുന്നത്. നമ്മൾ ഓരോ നീട്ടിവെക്കലുകളും നമുക്ക് വളരാനുള്ള ഒരു ദിവസമാണ് ഇല്ലാതാക്കുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ ഈസ് 20 years ago എന്ന് പറയാറുണ്ട്. ഒരു ചെടി നടാനുള്ള ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു. ദെൻ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഈസ് നൗ. 20 വർഷം മുമ്പായിരുന്നു ചെടി നടാൻ ഏറ്റവും നല്ല കാലം, പക്ഷെ അത് കഴിഞ്ഞു പോയി. ഇനി ദ ബെസ്റ്റ് ടൈം ഈസ് നൗ. ഇപ്പോഴാണ്, നാളെ അല്ല. നാളെ മറ്റന്നാളോ അല്ല, ജനുവരി 1 ആവാൻ കാത്തിക്കണ്ട. ഇന്നാണ്, ഇപ്പോഴാണ് ഒരു ചെടി നടാൻ ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം തുടങ്ങി വെക്കണമെങ്കിൽ ഇപ്പൊ തന്നെയാണ്, ഇന്ന് തന്നെ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ മറക്കുന്നത്, അല്ലെന്താണ് നമുക്ക് ഓർക്കാൻ മറന്നു പോകുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ്, ബേബി സ്റ്റെപ്പുകളാണ് പലപ്പോഴും ജയന്റ് ആയുള്ള വലിയ വലിയ ലീപ്പുകളിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. അപ്പൊ ചെറിയ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങേണ്ടത് ഇപ്പോഴാണ്. ഒരു യൂട്യൂബർ ആവണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഒരു യൂട്യൂബ് വീഡിയോ പുറത്തിറങ്ങൂല. അത് ക്ലിയർ ആവട്ടെ, പെർഫെക്റ്റ് ആവട്ടെ, അത് വരട്ടെ, ക്യാമറ വരട്ടെ, ലൈറ്റ്മാൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പൊ തുടങ്ങാം. അത് പെർഫെക്ഷൻ ആയിക്കോളും. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയെ തടയർത്തുന്ന ഒരു കാര്യം എന്ന് പറയാറുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആവട്ടെ എന്ന് കരുതി പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പലപ്പോഴും വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ച് നൗ ഓർ നെവർ, ഇപ്പൊ തന്നെ ആരംഭിക്കാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 900 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന വിമാനവും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 കിലോമീറ്ററിലാണ്. 900 കിലോമീറ്റർ വേഗതയിലാണ് വിമാനം പറന്നു പോകുന്നതെങ്കിൽ അത് റൺവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0-യിലാണ്. അതിന്റെ വേഗത കൂടി വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുക. അപ്പൊ കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങുക. ചേഞ്ച് ഈസ് നൗ, ഇറ്റ്സ് ബിഗിൻ വിത്ത് നൗ. ഇപ്പൊ തന്നെ ആരംഭിക്കുക, നാളത്തേക്കൊന്നും കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇതാ നമ്മൾ അടുത്ത ലിറ്ററിലേക്ക് പോകുമ്പോൾ ജി ആണ്. വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്കുള്ളതല്ല. വളരണമെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് വളരാൻ കഴിയുക. ഏത് രീതിയിലുള്ള വളർച്ച കൊണ്ടുവരുമ്പോഴും, ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുമ്പോഴും വളരണമെങ്കിൽ ഒരിക്കലും ഒറ്റ കഴിയില്ല എന്നുള്ളതാണ്. പണ്ടുള്ളൊക്കെ ധാരണ എങ്ങനെയായിരുന്നു, ഞാൻ മതി, എന്റെ ബിസിനസ് മതി, ഞാൻ നോക്കിക്കോളും എന്റെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്നത്തെ എല്ലാ ആളുകളും എന്താണ്, ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് ബിസിനസ് വളർന്നു വരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയാലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ വളരേണ്ട പാത പലപ്പോഴും ഒറ്റക്കല്ല. നമ്മൾ പലപ്പോഴും എന്താണ്, ഒറ്റയ്ക്ക് പോകണമെങ്കിൽ വേഗത്തിൽ പോവാം, പക്ഷെ ഒരുപാട് ദൂരം പോകണമെങ്കിൽ ടീമായിട്ട് പോകണമെന്ന് പറയാറുണ്ടല്ല, ഒരുമിച്ച് പോകണമെന്ന് പറയാറുണ്ട്. ഗ്രോത്ത് ടുഗദർ, നമ്മൾ ഒരുമിച്ച് മാത്രമാണ് വളരാൻ പറ്റുക. വലിയ ഹൈറ്റിലേക്ക് പോകണമെങ്കിൽ, ഒരുപാട് ഹൈറ്റുകളിലേക്ക് പോകണമെങ്കിൽ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ടീം വേണം. അതേസമയം ചെറിയ തോതിൽ പോയാൽ മതി, ഒറ്റയ്ക്ക് പോകാൻ പറ്റും. പക്ഷെ വളർന്നു പോകണമെങ്കിൽ, ഒരു ലെവലിലേക്ക് അധികം വളരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് വളരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം തന്നെ. നമുക്ക് ഒരു സോൺ 28 എന്ന് പറയുന്ന 28 മാത്രം കുറച്ച് ആളുകൾ വിളിച്ച് പ്രോഗ്രാം നടത്തായിരുന്നു. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ചേർത്ത് പിടിക്കുകയാണ്. 85th പ്രോഗ്രാമാണിത്. 85 ആളുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് വളരാനുള്ള, നമുക്ക് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള എത്രമാത്രം ആശയങ്ങളാണ് ഈ 80 ദിവസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത്. എന്തൊക്കെ ഒരു കുഞ്ഞു പോയിന്റ് എങ്ങനെ ഒരാളുടെ ലൈഫിലേക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ലൈഫ് 80 ദിവസം കൊണ്ട് 80 ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇങ്ങനെ വളരണം. നമ്മുടെ ഗ്രോത്ത് ഈ രീതിയിലാണ് വളർന്നു വരുന്നത്. സോൺ ഒരു വളരെ പോസിറ്റീവ് ആയുള്ള ഒരു ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന സൂചന കൂടിയാണിത്. എനിവേ, നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ആളുകൾക്ക് സഹായിക്കുകയാണെങ്കിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുകയാണെങ്കിൽ, അല്ലെ അവരെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തിരിച്ചു വരും എന്ന് പറയാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കൈകൾ കൊടുക്കുമ്പോൾ, നമ്മൾ സർവീസുകൾ കൊടുക്കുമ്പോൾ, അവരുടെ വാല്യൂ നൽകുമ്പോഴാണ് ഒരു ബിസിനസ് വളരുക എന്ന് പറയാറുണ്ട്. വാല്യൂ നൽകാൻ പറ്റുകയെന്ന് പറയാറുണ്ട്. നമ്മൾ നൽകുന്ന വാല്യൂസ് കൊടുക്കുമ്പോൾ, പുതിയ പുതിയ സഹായങ്ങളും സേവനങ്ങളും ആളുകളിലേക്ക് നൽകുമ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുക. ഓക്കെ, ഏതാണ് ജി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്ന പോയിന്റ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ അവസാനിപ്പിക്കാം. അവസാന ലെറ്ററിലേക്ക് പോകുമ്പോൾ ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എംപവർമെന്റ് ആണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പണ്ട് പറയാറുണ്ട്, നമ്മൾ മീനല്ല നൽകേണ്ടത്, ചൂണ്ടയാണ് നൽകേണ്ടതെന്ന് പറയാറുണ്ട് അല്ലെ. ആളുകൾക്ക് മീൻ നൽകുകയാണെങ്കിൽ ആരൊക്കെ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ അവർക്ക് ചൂണ്ട നൽകി അവർക്ക് നിത്യം വരുമാനം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ എംപവർ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ടീമിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ടുഗദർ ആയിട്ട് മാത്രമേ, ഗ്രോത്ത് ഈസ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. വളർച്ച ഉണ്ടാവണമെങ്കിൽ ഒരുമ വേണം, ടീം ആയിരിക്കണം എന്ന് പറഞ്ഞു. ആ ടീമിനെ എംപവർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നൽകുമ്പോഴാണ് നമുക്ക്
വളർച്ച ഉണ്ടാവുക. നമ്മുടെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്, അവരോട് വല്ലാതെ ഷൗട്ട് ചെയ്യാറാണോ, അതല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ കൊണ്ടു നടക്കാറാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ടീമിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ടീമിൽ 5-10 എംപ്ലോയീസ് നമ്മുടെ കീഴിലുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ ആരാണ്, അവരുടെ മുന്നിൽ വലിയ മസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ലീഡറായി മാത്രം നിൽക്കുന്ന ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നൽകാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ആളുകൾ പോസിറ്റീവ് വാക്കുകളാവാം, അവര് നല്ല നല്ല വാക്കിലൂടെ അവരെ പ്രചോദിപ്പിച്ച് അവരെ ടീമായി കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് സക്സസ് ഉണ്ടാവുന്നത്. ഇന്നത്തെ കാലത്തെ പുതിയ രീതിയിലുള്ള ബിസിനസ് മാഗ്നറ്റുകൾ, പുതിയ രീതിയിലുള്ള ബിസിനസ് കോച്ചുകളൊക്കെ പറയുന്നത് ടീമിന്റെ പവറാണ്, ടീമിന്റെ എംപവർമെന്റ് ആണ് ഏറ്റവും വലിയ വളർച്ച എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കമ്മിങ് ടുഗദർ ഈസ് എ ബിഗിനിങ്. ഒരുമിച്ച് വരിക എന്നുള്ളത് എന്താണ്, ഒരു നല്ല സ്റ്റാർട്ടിംഗ് ആണ്. കീപ്പിംഗ് ടുഗദർ ഈസ് ദി പ്രോഗ്രസ്. നമ്മൾ എന്താണ്, ഒരു വളർച്ചയാണ്. നമ്മൾ എല്ലാ ടീമിനും, നമ്മുടെ ടീമിൽപ്പെട്ട എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു വളർച്ചയുടെ അടയാളാന്ന് പറയാറുണ്ട്. പക്ഷേ വിന്നിങ് ടുഗദർ ഈസ് സക്സസ് എന്ന് പറയുന്നുണ്ട്. അവരെന്താണ്, ഒരുമിച്ച് കൊണ്ട് വർക്കിംഗ് ടുഗദർ ഈസ് സക്സസ് എന്ന് പറയാറുണ്ട്. അവരെ കൂടെ നിന്നുകൊണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് വിജയം ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. സോ നമ്മൾ ചേഞ്ച് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ഈ ആറ് വാക്കുകൾ, ഈ 6 ലെറ്ററുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾക്ക് പ്രചോദനം നൽകുന്ന, ഒരു സ്റ്റാർട്ടിങ് ആയുള്ള ഒരു എനർജി നൽകുന്ന 5 വാക്കുകളാണെന്നുള്ള ഓർത്ത് വെക്കുക. ആ എംപവർമെന്റിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബിക്കാൻ ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലോകത്ത് നമുക്ക് എന്ത് മാറ്റമാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം കൊണ്ടുവരാൻ നമ്മൾക്ക് പറ്റണം. നമ്മൾ കൊണ്ടുപോയി ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ, മഹാത്മാഗാന്ധി പോലുള്ള വലിയ വലിയ ആളുകൾ എന്തൊക്കെയാണ് ലോകത്തിന് കാഴ്ചവെച്ചത്, അതൊക്കെ തന്നെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ആയിരുന്നു. നമ്മുടെ ഓരോ വളർച്ചകളും ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ വളർന്നു വരുമ്പോൾ നമ്മളുടെ മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് പറയാറുണ്ട്. ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം 1% മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, 1% വളർച്ച കൊണ്ടുവരികയാണെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വളർച്ച 37 പോയിന്റ് സംതിങ്, 38% നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിലൂടെ, ഓരോ ദിവസം ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പുരോഗതിയിലൂടെ നമ്മുടെ ലൈഫും വളരട്ടെ, വലിയ വലിയ തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, ഈ കുറഞ്ഞ സമയത്തിൽ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞില്ല സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു JCI. ബി ബെറ്റർ. താങ്ക് യു. താങ്ക് യു റൌഫ് സാർ ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. വളരെ ഗംഭീരമായ ഒരു സെഷൻ. ബി ദ ചേഞ്ച്, നമ്മള് മാറേണ്ടതിന്റെ ആവശ്യകതയും അത് വളരെ കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്ന സോൺ ട്രെയിനർ റൌഫ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ദ ഫ്ലോർ ഫോർ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. ഹലോ പറഞ്ഞോളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ചെറിയൊരു മോർണിംഗ് വാക്കിലായിരുന്നു. എന്തായാലും നല്ലൊരു എനർജിയും കൂടിയും ഹെൽത്തി ആയിട്ടും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ട്. Okay, anybody else? Feedback open for. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. അതായത് ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് വലിയൊരു എനർജിയാണ് നമുക്ക് സാറ് ചേഞ്ചിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. എങ്ങനെ ഒരു കുഞ്ഞു കാര്യം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കേണ്ടത്, അതെങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി സാറ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അതിനെ നമ്മൾ നോക്കി കാണുന്നത് നമ്മുടെ ലാക്ക് ഓഫ് നോളജ്, അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നത് പുതിയൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾക്ക് അറിഞ്ഞപ്പോ ഇനി ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഭയം, പിന്നെ പോലെ ഫ്രസ്ട്രേഷനും ഇതൊക്കെ പോയി കിട്ടാൻ ഈ ഒരു ക്ലാസ് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പോ താങ്ക് യു JCI. താങ്ക് യു സാർ. ഹലോ, നമസ്കാരം. ഞാൻ JC സിറിൽ ശ്രീകൃഷ്ണപുരം.
ഓക്കെ, പറഞ്ഞോളൂ. വളരെ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ എനർജൈസ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് സെഷൻ ആയിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ പകർന്നു കിട്ടി. താങ്ക് യു. ഗുഡ് മോർണിംഗ് റൌ സർ, എക്സലന്റ് സെഷൻ. പറഞ്ഞ പോലെ മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പൊ മാറ്റത്തോടനുസരിച്ച് നമ്മൾ എത്ര മാറണം, അല്ലെങ്കിൽ നമ്മൾ എത്ര മാറേണ്ടതുണ്ട് എന്നൊരു ചിന്ത തീർച്ചയായിട്ടും സാറുടെ സെഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് നല്ല ഒരു പ്രസന്റേഷൻ, സ്ലൈഡ്സ് ആയാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയായിട്ട് ഈ സെഷൻ മാറി. താങ്ക് യു സർ. താങ്ക് യു സെഡി ട്രെയിനിങ് ഹിഷാം സർ ഓൾസോ. താങ്ക് യു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ട് ഇനി ഓപ്പൺ ഫോറം? ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് സിറിൽ ബേബി പോയോ? ജുനൈസ് വായിൽ ഉണ്ടോ? നിലമ്പൂർ ജുനൈസ് വായിൽ? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സൗമ്യ മാഡം ഒന്ന് ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയോ? യെസ്, താങ്ക് യു ചെയർമാൻ ഫോർ ദ പ്രിവിലേജ്. ആദ്യം തന്നെ ഇത്രയും മനോഹരമായ ഒരു ആശയം, 7 AM മോർണിംഗ് ഡ്രൈവ് എന്ന ആശയം നമുക്കായി സോൺ 28-നായി സമർപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചെയർമാനും സെഡി ട്രെയിനിങ്ങുമായിട്ടുള്ള ഡോക്ടർ ഹിഷാം ഹൈദർ സാർക്ക് ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒപ്പം ഇന്നത്തെ സെഷൻ അരമണിക്കൂർ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റേഷൻ തന്ന് നമ്മളെ എല്ലാം മാറ്റം അനിവാര്യമാണ്, ആ മാറ്റത്തിലേക്ക് നമ്മളും ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന ഒരു തോട്ട് തന്ന നമ്മുടെ മികച്ച ട്രെയിനർ ആയിട്ടുള്ള റൌ സാറിന്, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ അയൽ ലേഡി ഓഫ് സോൺ 28 ചിത്ര മാഡത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ZGB മെമ്പേഴ്സ് ആയിട്ടുള്ള സോൺ 28-ന്റെ എല്ലാവർക്കും നന്ദി. ഒപ്പം ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ JCസും നോൺ JCസ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് JCI, ബി ബെറ്റർ, എൻജോയ് ദ ജോയ് ഓഫ് JCI. താങ്ക് യു ഫോർ യുവർ നൈസ് ടോക്ക് സൗമ്യ മാഡം. പ്രോഗ്രാം അവസാനിപ്പിക്കാം. നാളെ വീണ്ടും കണ്ടുമുട്ടാം. The meeting in connection with the 7 AM morning drive of JCI India Zone 28 is hereby adjourned. നാളെ മറ്റൊരു സെഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു ആൾ. താങ്ക് യു.